LPUP എക്സാമിലെ വേൾഡ് ഹിസ്റ്ററിയുടെ ഭാഗത്ത് നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സിന്ധു നദീതട സംസ്കാരം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ആദ്യത്തെ നാഗരിക സംസ്കാരം എന്നറിയപ്പെടുന്നത് നമ്മുടെ സിന്ധു നദീതട സംസ്കാരമാണ്. അതേപോലെ തന്നെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഹാരപ്പൻ സംസ്കാരം. അപ്പോൾ ഹാരപ്പൻ സംസ്കാരം എന്ന് പേര് വരാനുള്ള കാരണം എന്ന് പറയുന്നത് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ആദ്യമായി അവശേഷിപ്പുകൾ ലഭിച്ചത് ഹാരപ്പയിൽ നിന്നാണ്. പാകിസ്ഥാനിലെ ഹാരപ്പയിൽ നിന്നായതുകൊണ്ടാണ് ഹാരപ്പൻ സംസ്കാരം എന്നുള്ള പേരിലും സിന്ധു നദീതട സംസ്കാരം അറിയപ്പെടുന്നത്. സിന്ധു നദീതട സംസ്കാരം എന്ന് പറയുന്ന പേര് നിർദ്ദേശിച്ചത് സർ ജോൺ മാർഷാലാണ് സിന്ധു നദീതട സംസ്കാരം എന്ന് പറയുന്ന പേര് നിർദ്ദേശിച്ചത്. രണ്ടാമതായി സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ലഭിച്ചത് മോഹൻജദാരോയിൽ നിന്നാണ്. അതും പാകിസ്ഥാൻ്റെ ഒരു ഭാഗമാണ് മോഹൻജദാരോ എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. സിന്ധു നദീതട സംസ്കാര കേന്ദ്രങ്ങളാണ് മോഹൻജദാരോ, ഹാരപ്പ, സുത്കാജന്തോർ. അപ്പോൾ ഈ മൂന്ന് പ്രദേശങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഈ മൂന്ന് പ്രദേശങ്ങളും പാകിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. അലംഗീർ, ബനവാലി, കാലിബംഗൻ, ലോഥൽ, ഇത്രയും സ്ഥലങ്ങൾ നമ്മുടെ ഇന്ത്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിനേക്കാളും കൂടുതലുണ്ട്, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന കുറച്ചെണ്ണാണിത്. അതുപോലെ തന്നെ ഷോർട്ടുഗൈ എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്.